എല്ലാ സിനിമകളും നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുക. പക്ഷേ ഇത് ഞങ്ങൾ ശരിക്കും ഞങ്ങളൊരു 10-25 പേര് ജീവൻ പണയം വെച്ചിട്ട് ചെയ്ത സിനിമ എന്ന് ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. കാരണം ഞങ്ങൾ കടലിൽ പോയി അത്രയ്ക്കും അതായത് അത്രയ്ക്കൊരു മോശമായ കാലാവസ്ഥയിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ക്യാമറയും അല്ലെങ്കിൽ ഒരു യൂണിറ്റിനെയും ഭക്ഷണം തരുന്ന ചേട്ടന്മാരെയും എല്ലാവരെയും കൂട്ടി ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ജേണിയിലോട്ട് ഞങ്ങൾ പോയിട്ട് ഞങ്ങളൊരു സിനിമ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ, അതായത് പുതിയൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ് ഈ സിനിമ. അടിത്തട്ടിൽ നമ്മുടെ കോവിഡ് നടക്കുന്ന സമയമായിരുന്നു. കോവിഡിൻ്റെ ലാസ്റ്റ് ഒരു ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു. ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ലോക്ക്ഡൗൺ തീരാറാകുമ്പോൾ ഞാനിങ്ങനെ ജിജോ എൻ്റെ സുഹൃത്താണ്, പുള്ളിയായിട്ട് പിന്നെ പോക്കിരി സമയം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിങ്ങനെ ചെയ്യാൻ പോകുന്ന സിനിമകളെക്കുറിച്ച് ഞങ്ങളിങ്ങനെ ഫോണിലൊക്കെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ആ സംസാരിക്കുന്ന സമയത്ത് ജിജോ ദുൽഖറിൻ്റെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ചെറിയൊരു ഡിലേ ഉണ്ട്. അപ്പം എന്താണ് പരിപാടികൾ എന്നൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് നമ്മൾ കടലിൽ വെച്ചിട്ടൊരു പടം ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കടലിൽ വെച്ചിട്ടൊരു സിനിമ, അപ്പോൾ പിന്നെ ഒരു നല്ലൊരു കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ കടലിൽ വെച്ചിട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അങ്ങനെ അത് പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഫോണൊക്കെ വെച്ച് കഴിഞ്ഞപ്പം ഞാൻ പുള്ളീനെ, അതായത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ കടലിൽ വെച്ചിട്ടൊരു സിനിമ എന്ന് പറയുമ്പോൾ അത് ഞാൻ ചോദിക്കുകയും ചെയ്തു, സിനിമ മുഴുവൻ കടലിലാണോ? അപ്പോൾ പറഞ്ഞു ആ സിനിമ മുഴുവൻ എൻറ്റയർ സിനിമ ഷൂട്ട് ചെയ്യുന്നത് കടലിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് പോലെ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ആ സിനിമയെ കുറിച്ച്. അപ്പം ഞാൻ പിന്നെ ഞാൻ ജിജോനോട് ഞാൻ ചോദിച്ചു, ഇതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു ചോദിച്ചു. പറഞ്ഞു കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞു എന്നെയും കൂടെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കുമെന്ന് ചോദിച്ചു. അപ്പം പിന്നെ ജിജോ ചോദിച്ചു, നിങ്ങൾ വിളിച്ചാൽ വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് വിളിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ജിജോ എന്നെ വിളിച്ചു. അപ്പോൾ ജിജോ പിറ്റേ ദിവസം തന്നെ സ്ക്രിപ്റ്റായിട്ട് വന്ന് ഞങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു മാർക്കോസ് എന്നാണ്. മാർക്കോസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാർക്കോസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും മാർക്കോസിനെ പിടികിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് മാർക്കോസ്. എന്താ പറയുക, മാർക്കോസ് ഒരു മത്സ്യത്തൊഴിലാളിയാണ്. പിന്നെ പല ജോലികൾ ചെയ്യുന്ന ആളാണ്. മത്സ്യബന്ധനം മാത്രമല്ല, അയാൾ ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് ആളാണ്. കടലിന് പേടിയില്ലാത്തൊരു മനുഷ്യനാണ് മാർക്കോസ്. അയാൾ കടലിൽ ചാടാനായിക്കോട്ടെ, കടലിൻ്റെ ആഴങ്ങളിലോട്ട് വരെ നീന്തിപ്പോവാൻ ഒരു പേടിയോ ഒന്നുമില്ലാത്തൊരു മനുഷ്യനാണ് മാർക്കോസ്. കടലും മാർക്കോസും പരസ്പര പൂരകങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കരയിൽ ജനിച്ചു വളർന്നു, കടലിൽ ഒരുമിച്ച് ജോലിക്ക് പോകുന്നു, പള്ളിപ്പെരുന്നാളിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാറുണ്ട്. എന്നാൽ വളരെയധികം സ്നേഹബന്ധമുള്ള മച്ച ആണ് അവർ രണ്ടുപേരും. ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട്. എല്ലാ രീതിയിലും പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് ജീവിച്ചു പോകുന്ന ആളുകളാണ് ആംബ്രോസും മാർക്കോസും. രണ്ടുപേർക്കും രണ്ട് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സുമാണ്. നമ്മൾ മഴക്കാലം സ്റ്റാർട്ട് ചെയ്തൊരു ടൈമായിരുന്നു. മഴയും കാറ്റും ഒക്കെ ഉള്ളൊരു സമയമായിരുന്നു നമ്മൾ സിനിമ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ യാത്ര തന്നെ രാത്രി 12 മണിക്കായിരുന്നു നമ്മൾ ബോട്ടെടുത്ത് കടലിലേക്ക് പോയത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പോയപ്പോൾ നമ്മൾ വിചാരിച്ച് തിരിച്ചൊരു വരവ് ഉണ്ടാവില്ല എന്ന് വരെ അങ്ങനെ വരെ വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്ര ഹാർഷായിരുന്നു സീ,
പിന്നെ അന്ന് നിലാവുണ്ടായിരുന്നു, ഒരു പൂർണ്ണചന്ദ്രൻ അല്ലെങ്കിലും ചന്ദ്രനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഉൾക്കടലിലേക്ക് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം നമ്മളുടെ ഹൈറ്റിൽ നമുക്കിങ്ങനെ കടലിങ്ങനെ കാണാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. വെള്ളത്തിൻ്റെ അടിയിൽ കുറച്ച് സമയം ബ്രത്തൊക്കെ ഹോൾഡ് ചെയ്ത് കിടക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രാക്ടീസുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലൊന്നും പിന്നെ ഒരു കോവിഡിൻ്റെ സമയമൊക്കെ ആയിരുന്നു. നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. നേരെ കടലിലോട്ടങ്ങ് പോവുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ DOPയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ ഒന്നും ക്യാമറ ഒന്നും കയ്യിൽ കിട്ടുന്നില്ലായിരുന്നു. കാരണം ക്യാമറ കിടന്ന് പറക്കുകയായിരുന്നു. അപ്പോൾ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം കുറച്ച് പേടിയും ടെൻഷനും. കാരണം ആദ്യത്തെ ഒരു 5 ദിവസം തന്നെ നമുക്ക് നൈറ്റ് തന്നെയായിരുന്നു ഷൂട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ടെൻഷനും കുറച്ച് അപകടം പിടിച്ചൊരു ഷൂട്ടൊക്കെ തന്നെയായിരുന്നു നമുക്ക് ഉൾക്കടലിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. ജിജോ നമ്മൾ സിനിമ കമ്മിറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ സിനിമ ചെയ്യുമോ, പിന്നെ നിങ്ങൾക്ക് വരാൻ പറ്റുമോ. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാട്ടോ. അങ്ങനെ ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് കടലിലൊക്കെ ചാടാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ പുഷ്പം പോലെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടൽ ഒരു സാധാരണ രീതിയിലുള്ള സ്വഭാവമല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമുക്ക് പിന്നെ എനിക്ക് കുറച്ച് ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യ ദിവസങ്ങളിലൊന്നും നമുക്കതൊന്നും ഇല്ലായിരുന്നു. അപ്പം കടലിലേക്ക് ചാടുന്ന നമുക്ക് ലാസ്റ്റിലോട്ട് നമുക്ക് വയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റിലോട്ട് വെച്ചു. പിന്നെ എല്ലാ മനോധൈര്യം എടുത്തിട്ട് അങ്ങോട്ട് ചാടി എന്നങ്ങ് പറയാം. അപ്പം നല്ല അണ്ടർ കറണ്ടും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് കൊണ്ടായിരിക്കാം ആർക്കും ഒന്നും. പിന്നെ കൂടെ അണ്ടർ വാട്ടറിനൊക്കെ നമ്മുടെ കൂടെ 2 പേരുണ്ടായിരുന്നു. ഒന്ന് കൊല്ലത്തൊരു യൂട്യൂബറാണ് പുള്ളി, പിന്നെ എന്താ പറയുക അണ്ടർ വാട്ടർ പോകുന്ന ആളാണ്. പിന്നെ ഒന്ന് റിച്ചാർഡ് ആൻ്റണി. ഞങ്ങൾ 3 പേരും കൂടെയാണ് ഒരുമിച്ചുണ്ടായിരുന്നത്. പിന്നെ കടലിൽ ചാടി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഈ സിനിമ സർട്ടിഫൈഡ് ആണ്. എന്തുകൊണ്ട് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വയലൻസ് അല്ലെങ്കിൽ ഒരു വയലൻസ് ഉള്ളൊരു സിനിമ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള വയലൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് ആരെയും വേദനിപ്പിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുന്നൊരു വയലൻസ് ഒന്നുമല്ല. ഈ സിനിമയിൽ നിങ്ങൾക്കത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെന്ന് തോന്നും. അങ്ങനത്തെ ഉള്ള ഒരു ചെറിയ രീതിയിലുള്ളൊരു വയലൻസേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ആളുകൾ തമ്മിൽ, കാരണം അത്രയും അങ്ങനത്തെ ഒരു പ്രാദേശികമായ സ്ഥലത്തുള്ള ഒരു കഥയാണ്. അവിടെയുള്ള ആളുകൾ ദേഷ്യം പിടിച്ചാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന ചെറിയ പിന്നെ വാക്കുകളുണ്ട്. അതും ആരെയും നിങ്ങൾ അത് സർട്ടിഫൈഡ് ആണെന്നുള്ളൂ. പക്ഷേ ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള വയലൻസോ അതൊന്നും ആരും ശ്രദ്ധിക്കാൻ അങ്ങനെ, അതായത് അതിന് ഒരിക്കലും സ്ട്രെസ് കൊടുക്കുന്ന ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു ബീച്ച് സൈഡിൻ്റെ ഒരു പ്രാദേശിക ഭാഷയുണ്ട്. അപ്പോൾ അതാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിങ്ങിലും യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നൊരു ഭാഷയല്ല, അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലല്ല. അപ്പോൾ സിനിമ തുടങ്ങിക്കഴിഞ്ഞപ്പം ഈ പറഞ്ഞ പോലെ അതിനകത്തുള്ള യൂസേജുകളുണ്ട് അവരുടെ, അത് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യണമെന്നും പിന്നെ അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ജിജോ ചെയ്ത കാര്യം.
ഞങ്ങൾ ശരിക്കും മീൻ പിടിച്ചു. അതായത് എങ്ങനെയാണോ ഫിഷിങ് ചെയ്യുക അത് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മളൊരു 6 പേരൊരു ബോട്ടിൽ പോയി കഴിഞ്ഞാൽ, പിന്നെ ഉൾക്കടലിലേക്ക് പോയി കഴിഞ്ഞാൽ, അവർ ഫിഷിങ്ങിന് പോയി കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തെയോ 4 ദിവസത്തെയോ ജോലിക്ക് വേണ്ടിയിട്ട് കടലിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെങ്ങനെയാണോ ഫിഷിങ് ചെയ്യുക ആ രീതിയിൽ നമ്മളും ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും വലയൊക്കെ എറിഞ്ഞ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സുണ്ട് ഈ വല എറിയുന്നതിൻ്റെ. അപ്പോൾ അത് പിന്നെ നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കുക തന്നെ ചെയ്തു. കാരണം നല്ല അധ്വാനമുള്ള ജോലിയായിരുന്നു. സംവിധായകൻ്റെ ടെൻഷൻ മുന്നിൽ കാണുന്നുണ്ട്. കാരണം സംവിധായകൻ ജിജോ ആൻ്റണിയുടെ കൂടെയുള്ള 2ാമത്തെ സിനിമയാണ്. അതിലുപരി ജിജോ ആൻ്റണി പ്രൊഡ്യൂസും കൂടെ ചെയ്യുന്നൊരു സിനിമയും കൂടെയാണിത്. അപ്പോൾ പക്ഷേ ജിജോയും ഞങ്ങളും എല്ലാവരും ഒരേപോലെ എക്സൈറ്റഡ് ആണ്. കാരണം ഈ കഥയും ഇതിനകത്തുള്ള കഥാപാത്രങ്ങളും ഇതിൻ്റെ പശ്ചാത്തലവും ഒക്കെ ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം പുതുമയുള്ളൊരു സിനിമയാണ്. ഒരു കടലിൽ വെച്ചിട്ട് ഒരു എൻറ്റയർ സിനിമ. എനിക്കൊന്ന് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ കടലിൽ ഷൂട്ട് ചെയ്യുന്നത്, കടലിൽ മുഴുവനായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സംവിധായകൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പുതിയൊരു എക്സ്പെരിമെൻ്റാണ്. ഏറ്റവും പുതിയ, അല്ലെങ്കിൽ നേരത്തെ ലാസ്റ്റ് ചെയ്തത് പോക്കർ സേവനാണ്. അതിൻ്റെ മുന്നേ ഡാർവിൻ്റെ പരിണാമം ചെയ്തിട്ടുണ്ട്, കൊന്തയും പൂണൂലും ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജിജോ ഓഡിയൻസിന് വേണ്ടിയിട്ട്, സിനിമാ പ്രേമികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന പുതിയൊരു എക്സ്പീരിയൻസാണ് അടിത്തട്ട് എന്ന് പറയുന്ന കടലിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ സിനിമ. തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് ജിജോ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ജിജോയും ഇരിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഞങ്ങളും ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. കാരണം നിരാശ എന്ന് പറഞ്ഞ വാക്കേ ഉപയോഗിക്കാൻ പാടില്ല ഇവിടെ. നിങ്ങൾക്ക് ഒരു പുതുമയുള്ളൊരു അനുഭവമായിരിക്കും അടിത്തട്ട് എന്നുള്ളതിൽ ഒരു ഡൗട്ടുമില്ല. ഈ മനോഹരമായ ചിത്രം നിങ്ങൾ കാണുക. ഇത് കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നാണ് പറയുന്നത്. പോലും കെടുത്തില്ല, പറഞ്ഞ പോലീസാണെന്ന് അറിയും. ഞങ്ങൾ പോലീസിനെ വിളിക്കുന്നു. Marcos will definitely entertain you.